ഒരു മുസ്ലിം ലീഗ് പൊന്നാര മാളികക്കല്ലാളെ ഒരു സംഭവമാണ്. അതൊക്കെ മേലെയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണേ, 27 കോടി ഉറുപ്പ്യാണ് ആപ്പ് വഴി വന്നത്. ഈ 27 കോടി ഉറുപ്പ്യ കൊടുക്കണ പൊട്ടമാരല്ല. കാരണം എന്താ, ആ പൈസ ഭദ്രമായിട്ട് വേണ്ട കരങ്ങളിൽ എത്തുന്നില്ലത് ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ജനങ്ങൾ ആ പൈസ കൊടുത്തത്. ഞാനൊരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരട്ടോ. 691 കുടുംബങ്ങൾക്ക്, അതും 15,000 രൂപ വെച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. പിന്നെ വ്യാപാരികൾക്ക് അത് 50,000 ഉറുപ്പ്യ വെച്ചാണ്ട് അതും 40 പേർക്കാണ് കൊടുക്കുന്നത്. പിന്നെ 4 ജീപ്പ് 3 ഓട്ടോറിക്ഷ. പിന്നെ കൊടുക്കുന്നത് 100 കുടുംബങ്ങൾക്ക്, അതും 1000 സ്ക്വയർ ഫീറ്റിലെ വീട് കെട്ടിക്കൊടുക്കാണ്. അപ്പൊ പറയലാണ്, ഈ ആപ്പ് ഉണ്ടാക്കിയപ്പോ കുറച്ച് വിമർശനവും കാര്യങ്ങളും വിവാദം, അത് കക്കല് മുക്കല് അങ്ങനെയൊക്കെ. പക്ഷെ കക്കലും മുക്കലും എന്നല്ല, ഇവരെന്താ പറയുക, എത്തിച്ചേണ്ട കരങ്ങളിൽ എത്തിക്കും. സാദിഖലി തങ്ങളും ടീമും പിന്നെ വെള്ളിയാഴ്ച വയനാട്ടിക്ക് പോകുന്നുണ്ടെന്നാണ് കേട്ടത്. പറ്റുകയാണെങ്കിൽ കാണാനെങ്കിലും ഒന്ന്. അപ്പൊ ചങ്ങായി, ഞാൻ ഒരു പാർട്ടിക്കാരനും അല്ലാന്നില്ല ഞാൻ പറയാം. പണ്ട് ഒരു 4 കൊല്ലം മുന്നേ പാർട്ടിനെ കുറിച്ചാണ്ട് വീഡിയോ ചെയ്തു. പക്ഷെ ഇപ്പൊ ഒരു പാർട്ടിനെ കുറിച്ചാണ്ട് ഞാൻ വീഡിയോ ചെയ്യില്ല. പക്ഷെ നല്ലത് ആര് ചെയ്താലും നല്ലതെന്ന് പറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ട്. അത് ഞാൻ എവിടെയും പറയാം. അതിന്റെ പേരിൽ നമ്മളെ കമ്മി കൊങ്ങി മറ്റേത് മറിച്ചതൊന്നും നിങ്ങൾ ആക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും ഞാനൊരു മുസ്ലിം ലീഗുകാരനും അല്ല, ഞാനൊരു മാർക്സിസ്റ്റുകാരനും അല്ല, BJP-കാരനും അല്ല, ഒരു പാർട്ടിക്കാരനും അല്ല. പക്ഷെ സാധാരണ ഒരു മനുഷ്യൻ നമ്മക്ക് ഇഷ്ടപ്പെട്ടത് കാണുമ്പോൾ നമ്മൾ ഓലെ സപ്പോർട്ട് ചെയ്യും. അതിന്റെ പേരിൽ ബാക്കിൽ വന്നാണ്ട് കുത്താൻ ഇങ്ങനെ നടക്കണ്ട എല്ലാ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ എന്താ അറിയോ, ഈ കവളപ്പാറയിൽ പ്രശ്നം നടന്നപ്പോ കുറെ പൈസ വെച്ചു. ആ പൈസ ഒക്കെ മുക്കി അങ്ങോട്ട് ഇങ്ങോട്ട് കയറാണ്ട് കുറെ വിവാദങ്ങൾ ഈ പിന്നെ മഞ്ഞ പത്രങ്ങളിലും ചാനലിലൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതിലാള് പിന്നെ കവളപ്പാറയ്ക്ക് പോയാണ്ട് ആ വെച്ച പെരിയും കാര്യങ്ങളും ആയിട്ട് കാട്ടിക്കൊടുത്തു. അപ്പൊ ഇവർക്ക് എന്തായി, വിശ്വാസമായി. ചങ്ങായിമാരെ, നമ്മൾ പറഞ്ഞല്ലോ, ഈ മുസ്ലിം ലീഗ് പറഞ്ഞ സംഘടന ഇപ്പൊ അടുത്തുള്ള ഇതൊന്നുമല്ല, കൊല്ലങ്ങളായിട്ടുണ്ടായ സംഭവമാണിത്. അപ്പൊ ഇവരെന്താണ്, ഇവര് നല്ല കാര്യങ്ങൾക്ക് ഈ പൈസ എത്ര ബൈത്തുർ റഹ്മ, അതേപോലെ എത്ര ഈ KMCC പോലത്തെ സംഘടനകള് ഓരൊക്കെ സൗദി, ദുബായ്, GCC കൺട്രി ഓരൊക്കെ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്. കാരണം അത്രയും ആൾക്കാർക്ക് ഉപകാരമുള്ളത്. എവിടെ ഒരു മനുഷ്യൻ കുടുങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആളെത്തും. ഇപ്പൊ ഒന്നും വേണ്ട, റഹീമിന്റെ പ്രശ്നം നടന്നപ്പോ KMCC-ന്റെ ഒരാളാണല്ലോ ഇത്രയും കാലം മൂപ്പരപ്പം ഉണ്ടായിരുന്നത്. അതൊക്കെ ആലോചിച്ചാൽ മതി. ഇപ്പൊ ഇന്നാളിപ്പോ 2 ദിവസം മുന്നേ ഒരു കമന്റ് ചെയ്ത ഒരു പെണ്ണിട്ടിക്കണ്. ആ പെണ്ണ് പറയാണ്, അതൊരു ഹിന്ദു പെൺകുട്ടിയായിട്ട് ഇട്ടിക്കണ്. അത് പറയാണ്, പിന്നെ സാദിഖലി തങ്ങള് ഇവരൊക്കെ ആവണം അടുത്ത പിന്നെ ഭരണത്തില് പിന്നെ മന്ത്രിമാര്. അപ്പൊ എന്താവും, ആ പൈസയും കാര്യങ്ങളൊക്കെ പൈസ എന്ന് പറഞ്ഞാണ് പാവങ്ങൾക്കാണ് കൊടുക്കേണ്ടത്. ഇല്ലോം ഇല്ലാത്തവർക്ക് കൊടുക്കുക. അത് അവിടുന്ന് നമ്മളിങ്ങനെ പിരിച്ച് സ്വരൂപിച്ചുകാണ്ട് ഇപ്പോ വയനാടൊക്കെ ലെവലാക്കാനുള്ള പരിപാടിയാണ്. ഇപ്പൊ നമ്മൾ മറ്റേ പാർട്ടിക്കാരെ കുറ്റം പറയുന്നതല്ല, ഞാൻ ഇവര് ചെയ്തത് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇങ്ങോട്ട് ഇതല്ല നാള് പറഞ്ഞത്, പിന്നെ മുഖ്യമന്ത്രിന്റെ ദുരിതാശ്വാസ ഫണ്ടിക്ക് പൈസ ഇടണമെന്ന് പറഞ്ഞു. അത് ഞാൻ വീഡിയോ ഇട്ട ആളാണ്. ഞാൻ അത് ഇപ്പോഴും ആ വീഡിയോ എൻ്റെ ഇതിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അത് പറഞ്ഞാൽ പിന്നെ ഈ സിനിമാ നടന്മാരും അതേപോലെ വലിയ വലിയ കമ്പനിക്കാരും ഇതൊക്കെ അതിക്ക് കുറെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ ഇനി ഈ സർക്കാർ കാര്യല്ലേ, എന്ന് കിട്ടാനാണ്. നക്കലും മുക്കലൊക്കെ കഴിഞ്ഞാണ്ട് കിട്ടുമ്പോൾ കുറെ ടൈമുകളാവുക. കാരണം ചിലപ്പോൾ പറയാൻ പറ്റൂല. പക്ഷെ ഇവര് നാളെക്കും മറ്റന്നാൾക്കൊക്കെ ഒന്നും വെക്കണില്ല. ഇവര് നേരെ പോയിങ്ങാണ്ട് ഇനി വെള്ളിയാഴ്ചയാണ്, ഞാൻ ഇന്നാണ് ഇപ്പൊ ന്യൂസ് കേട്ടത്, സാദിഖലി തങ്ങളെ ന്യൂസ് ആയിട്ട് വെള്ളിയാഴ്ച തന്നെ പോയിങ്ങാണ്ട്, വെള്ളിയാഴ്ച അറിയുമ്പോൾ നാളെ തന്നെ പോയിങ്ങാണ്ട് എന്തായിട്ടാണ് ഈ പൈസയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പൊ അവർക്ക് സത്യം കേട്ടോ, ഒരു ചെയ്യുന്ന കാര്യമാണ്. ഒന്ന് ആലോചിച്ച നാളെക്കും മറ്റന്നാൾക്കും വെക്കാതെ ഇപ്പൊ ഈ വയനാട് എന്ന് പറഞ്ഞ നാട് ഇപ്പൊ പണ്ട് ടൂറിസം വന്നുകാണ്ട് എല്ലാ ആൾക്കാരോടെ പോയാണ്ട് ആൾക്കാർക്ക് പൈസയും കാര്യമാണ്. ഇപ്പൊ വയനാട്ടുകാർക്ക് ഞാൻ തന്നെ ഇപ്പൊ അടുത്ത് വയനാട് പോയപ്പോ ആ റോഡൊക്കെ കാര്യമാണ്. ആരും അങ്ങോട്ട് പോണില്ല. പോകാത്തതിന്റെ കാരണം എന്താണ്, പിന്നെ അവിടുത്തെ ഈ പ്രശ്നം നടന്നത് കാരണം ജനങ്ങൾക്കൊക്കെ ഒരു പേടിയും കാര്യങ്ങളും, അതേപോലെ പിന്നെ കുറെ സഹതാപം, അതുകൊണ്ടാണ്. പക്ഷെ വയനാട്ടിലേക്ക് പോകണം. ഇപ്പോഴും ഒരുപാട് പാവങ്ങള്, ഒരുപാട് റിസോർട്ട് കാര്യങ്ങൾ, ഒരുപാട് കച്ചവടങ്ങൾ, ഒരുപാട് ടൂറിസ്റ്റ് മേഖലകൾ ഇതൊക്കെ പിന്നെ ഉണ്ടാക്കിക്കണ ജനങ്ങൾക്കും വേണ്ടിയാണ് ഉണ്ടാക്കിയാണ്. അപ്പൊ അയിറ്റാളൊന്നും പിന്നെ ഓരോ കുടുംബം കഴിച്ചണമെങ്കിൽ നമ്മളെപ്പോലത്തെ ആരയിലൊക്കെ പോയാണ്ട് 10 റുപ്യയുടെ കൊണ്ടുപോയി ചെലവാക്കുമ്പോൾ തന്നെയുള്ള അയിറ്റാളെ കുടുംബം കഴിയുക. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തായാലും മുസ്ലിം ലീഗ് ഇപ്പൊ ഈ പെട്ടെന്ന് തന്നെ ഈ പൈസയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക്
ഒരു മനസ്സിക്ക് റാഹത്താണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു പാർട്ടിയിൽ ഒരു അംഗത്വം അല്ല, ഒരു മെമ്പർഷിപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. നമ്മൾ ഈ സാധാരണക്കാരൻ വെറുതെ വീഡിയോ എടുത്താണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഇല്ല കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഒരു വാപ്പാനെയും പേടിച്ചിട്ട. ഇനി നാളെ ഇതിന്റെ പേരിച്ച് കുറെ പൊങ്കാല കാര്യങ്ങൾ നാളെ നാക്കണ്ട, ഇപ്പൊ തന്നെ പൊങ്കാലയും കാര്യങ്ങളൊക്കെ തിരി വരും. 7 കൊല്ലമായിട്ട് ഞാൻ ഏർത്തന്നെകളോ അതിന് ഇറങ്ങിയിട്ടില്ലല്ലോ. എപ്പോഴും നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തെറിയല്ലാതെ വേറെ നല്ലതിട്ടാലും ഏതിട്ടാലും തെറിയല്ലാതെ ഇരുന്നാൽ ആ കുഞ്ഞാനെ ഈ കാട്ടേജി ചെയ്തത് ശരിയാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് പറയും വേണ്ട, ആ ചിന്ന ആരെ സർട്ടിഫിക്കറ്റും വേണ്ട. ഇഞ്ച ഫേസ്ബുക്ക് പേജിൽ എനിക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ഞാൻ ചെയ്യും. അപ്പൊ ഇപ്പോഴും ഞാൻ പറയണ എന്താണ്, ആ പോയി 27 കോടിയാണ് കിട്ടിയത്. ആ പൈസ കംപ്ലീറ്റ് നല്ല ഒരുപാട് പാവങ്ങളുണ്ട് ആ കരങ്ങളിലേക്ക്. കുറെ നല്ല കേരളത്തിലെ നല്ല മനുഷ്യരെ നമ്മളെ പാണക്കാട്ടിലെ മാണിക്കക്കല്ല് പുggലാള് അങ്ങനെ തന്നെ പറയും എത്തിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞ് കണ്ട് ഇനി എന്താട്ടും വയനാട്ടിലെ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പൊ തന്നെ പറയാം. എത്ര പേരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 100 കുടുംബങ്ങൾക്കാണ് പെര വെച്ചു കൊടുക്കുന്നത്. ഓ സോറി, പെര എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, വീട്, ഹോം, ഗർ 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 അതൊക്കെ പറട്ടോ, ഗിറല്ല. അപ്പൊ ആ സാധനം പിന്നെ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് എത്തുന്നില്ല. പരിപൂർണ വിശ്വാസം ഉണ്ടായത് കൊണ്ട്, ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടായത് കൊണ്ടാണ് എന്ത് ചെയ്തത്, മുസ്ലിം ലീഗിന്റെ ആപ്പ് വഴി പൈസ ഇട്ടത്. അപ്പൊ എന്തായാലും ഇതിന്റെ പേരിൽ ഇനി ഇന്നങ്ങട്ട് ഏറിൽ കയറ്റണ്ട, ഇല്ല കാര്യം പറയും. മുസ്ലിം ലീഗ് വേറെ ലെവലാണ്. മുസ്ലിം ലീഗ് സിന്ദാബാദ്.